ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 26-ാം വാരം, ഒക്ടോബർ 4 വെള്ളിയാഴ്ച. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ ദൈവം തരുന്ന മുൻകരുതലുകൾ മനസ്സിലാക്കി വിവേകത്തോടെ ജീവിക്കുന്നതിനെക്കുറിച്ച് ധ്യാനിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിട്ടും കർത്താവിനെ കണ്ടിട്ടും വചനം കേട്ടിട്ടും മാനസാന്തരപ്പെടാത്ത നഗരങ്ങളെക്കുറിച്ച് ഈശോ സംസാരിക്കുകയാണ്. കൊറാസിൻ, ബെത്സയിദ, കഫർനൗം എന്നീ നഗരങ്ങൾക്ക് ദുരിതമെന്നാണ് ഈശോ പറയുക. ക്രിസ്തു ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ അനുതാപത്തിലേക്കുള്ള കർത്താവിൻ്റെ ക്ഷണത്തെ നിരാകരിച്ചു. ക്രിസ്തുവിൻ്റെ അനുതാപത്തിൻ്റെ സുവിശേഷം കേട്ടിട്ടും മനസ്സ് തിരിയുകയോ അനുതാപത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുകയോ ചെയ്തില്ല എന്നതാണ് ഈ നഗരങ്ങൾക്ക് പറ്റിയ തെറ്റ്. ശപിക്കപ്പെട്ട നഗരങ്ങളായ ടൈറിൻ്റെയും സീദോൻ്റെയും സ്ഥിതി വിധി ദിനത്തിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കുമെന്നാണ് ക്രിസ്തുവിൻ്റെ മുന്നറിയിപ്പ്. സ്നേഹം നിറഞ്ഞവരെ, ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് ഉത്തമമായ രീതിയിലാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് ചിന്തിക്കാം. എല്ലാ കാര്യങ്ങളും അറിയുന്ന ദൈവം സ്വാതന്ത്ര്യം നൽകുമ്പോൾ നന്മയും തിന്മയും തിരിച്ചറിയുവാനും വിവേകത്തോടെ ജീവിക്കാനുള്ള ഉത്തരവാദിത്തം എൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? മനുഷ്യരായ നമ്മുടെ ബലഹീനതകൾ വ്യക്തമാക്കി തരുന്ന കാര്യമാണ് ജോബിൻ്റെ പുസ്തകത്തിൽ 38-ാം അധ്യായത്തിൽ നാം വായിച്ച് കേൾക്കുന്നത്. കർത്താവ് ജോബിനോട് ചോദിക്കുന്നുണ്ട്, ജീവിതം തുടങ്ങിയതിന് ശേഷം എന്നെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും സൂര്യോദയത്തിന് സ്ഥാനം നിർണയിക്കുകയും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഭൂമിയുടെ അതിർത്തികൾ പിടിച്ചടക്കാൻ നീ പ്രഭാതത്തോട് കൽപ്പിക്കുകയും ദുഷ്ടരെ അവരുടെ ഒളിസങ്കേതങ്ങളിൽ നിന്ന് കുടഞ്ഞു കളയുകയും ചെയ്തിട്ടുണ്ടോ? ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതിൻ്റെ വില നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും അതിൻ്റെ മഹത്വം അറിയുന്നത്. ജീവിതത്തിലുണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ നിർമ്മലമാണ്. അത് ചിലപ്പോൾ നമ്മളെ മാറ്റിമറിക്കും. അങ്ങനെയുള്ള മറിച്ചിലിൽ ലോകത്തിൻ്റെ കണ്ണിൽപ്പെട്ട പച്ചയായ മനുഷ്യനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. ക്രിസ്തുവിൻ്റെ വചനങ്ങൾ കേട്ട് ഉണ്ടായ അസ്വസ്ഥത ആഴത്തിൽ അനുഭവിച്ച് അറിഞ്ഞവനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. ഒരു തുള്ളി വെള്ളം ഒരു തടാകത്തിൽ വീണാൽ ഒന്നും സംഭവിക്കില്ല. എന്നാൽ അത് ഒരു ഇലയിൽ വീണാൽ ഇല തിളങ്ങും. അതുപോലെ നമ്മുടെ ജീവിതവും കഴിവും പ്രകടിപ്പിക്കേണ്ട സ്ഥലം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കഴിയണം. പോയതും വരാനുള്ളതും നമ്മുടെ കയ്യിലില്ലാത്ത ദിവസങ്ങളാണ്. ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ മാത്രമാണ് നമുക്ക് ഉറപ്പായിട്ടുള്ളത്. ഹൃദയത്തിൽ നന്മയും സ്നേഹവും സൂക്ഷിക്കുന്നവർക്ക് തെളിച്ചമുള്ള വഴി തുറന്നു തരുവാൻ കഴിയുന്നതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവം തരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വിവേകത്തോടെ ജീവിക്കാനുള്ള കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.